ഇത്രയും കാലവും പ്രയത്നിച്ചുകൊണ്ടിരുന്നതിന് ഏതാണ്ട് ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലെ തെറ്റെന്താണ് ശരി എന്താണ് എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം ശരിയാണ്, ശരി, അതിനെ ഞങ്ങള് മുസ്ലിമായിട്ട് ജനിച്ചത് കൊണ്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, മറ്റുള്ളവർ വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നില്ലേ അത് നമ്മുടെ വിഷയമല്ലെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല, ഇതൊരു മതേതര രാജ്യമാണല്ലോ. അവിടെ ഓരോ വ്യക്തിക്കും അവനവൻ്റെതായിട്ടുള്ള ആശയങ്ങൾ, മതം, നിലപാടുകൾ, അഭിപ്രായങ്ങൾ അതൊക്കെയായിട്ട് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക, അത്രേ ഉള്ളൂ. നമുക്ക് ആരെയും ഒന്നും നിർബന്ധിക്കാതിരിക്കുക. ഇനി വേറൊരു വിഭാഗമുണ്ട്, ഖുർആനും ഹദീസുമാണ് പ്രമാണം, ശരി, പക്ഷേ എല്ലാവരും അതേപോലെ തന്നെ ആകണം എന്ന് നിർബന്ധം പിടിച്ചാൽ അത് നടക്കുന്ന കേസല്ല. മോനെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് 10-11 മണിക്കാണ് മറ്റേ ഫോൺ ഇൻ പ്രോഗ്രാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. രക്ഷയുമില്ല, കട്ടാക്കാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും അപ്പോ ഇനി നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള ആശയങ്ങളും നിലപാടുകളും ആദർശങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് പോകാം. ഇപ്പോ സുന്നികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പിടിക്കില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സുന്നിയെയും പിടിക്കില്ല. ഇവര് പരസ്പരം കുറെ കാലങ്ങളായിട്ടുള്ള തർക്കമാണ്. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പുരോഹിതൻ, ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയും, അദ്ദേഹം പറഞ്ഞു, സുന്നികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ വിശ്വാസം ശരിയല്ല, അവരുടെ വിശ്വാസം ശരിയല്ല, അതുകൊണ്ട് മുജാഹിദുകൾ മാത്രമാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ടീം. ശരി, അവര് പൊയ്ക്കോ, മറ്റവര് സ്വർഗത്തിൽ പോയിട്ടില്ല എന്നതുകൊണ്ട് അവർക്കില്ലാത്ത വിഷമം ഇവർക്കുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പോഴിതാ ഒരു ഉസ്താദ് അതിനെ നല്ല രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട്. കാരണം മുഹമ്മദ് നബിക്ക് തെറ്റുപറ്റി എന്ന ടൈറ്റിലാണ് അദ്ദേഹം ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോ ഇതര മത സംഘടനാ വിഭാഗങ്ങളുണ്ട് ഈ നാട്ടില്. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നതും മറ്റവരൊക്കെ കാഫിറുകളാണ്, നരകത്തിലേക്ക് പോകുന്നവരാണ് എന്ന് ഒരു വിഭാഗത്തിനും പറയാൻ പറ്റില്ല. ഇവര് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു വഹാബിയായ ഒരു പുരോഹിതൻ നടത്തിയ ഒരു പ്രസംഗം ഇന്ന് വൈറലായിരിക്കുകയാണ്. ധാരാളം ആളുകൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയൊക്കെ ചെയ്തു. മഹല്ല് പള്ളികളിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ആളുകൾ മഹല്ലുകളിൽ നിസ്കരിക്കുന്ന ഇമാമോടൊപ്പം തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവുകയില്ല. വഹാബികൾ കാഫറാക്കുന്നത്, മുസ്ലിമിനെ ശരിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളെന്നോ ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും, ഇദാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, വെക്കാത്ത് കൊടുത്താലും ശരി, വക്കത്തോട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്, ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അപ്പോ മുജാഹിദ് പുരോഹിതനായ ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നത്, സുന്നികൾ നോമ്പ് പിടിച്ചാലും നമസ്കരിച്ചാലും സക്കാത്ത് കൊടുത്താലും മക്കയിൽ പോയി ഹജ്ജ് ചെയ്താലും ശരി, അവര് സ്വീകരിച്ചിരിക്കുന്ന ഷഹാദ എന്ന് പറയുന്ന സത്യസാക്ഷി വാക്യം, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന വാക്യം അതിനെ നിഷ്പ്രഭമാക്കി കളയും, നിഷ്ഫലമാക്കി കളയും. അതുകൊണ്ട് അവരെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നാണ് ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞു വെക്കുന്നത്. മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല, അവർ ശിഹാക്കളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സുന്നി മുസ്ലിയാക്കന്മാരെ മുന്നിൽ നിന്ന് നമസ്കരിച്ച് ലീഡർഷിപ്പ് എടുത്താൽ അതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് നമസ്കരിക്കാൻ പാടില്ല എന്നാണ് ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നത്.
കുത്തുബത്ത് ഇരിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ്. സുന്നികളുടെ പള്ളികളെ ഒരിക്കലും പള്ളി എന്ന് പറയില്ല, അവിടെ അത് അമ്പലങ്ങളാണ്. നമസ്കരിക്കുന്ന ആളുകളെ ഇമാമുമാരെ സ്വാമിമാരെന്നുമാണ് പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. പള്ളി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് നിൽക്കുന്ന തുല്യമാണ് കുത്തുബത്ത് ഇരിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിൽക്കുന്നത്. സഹിയാണ് ഇല്ലാത്ത വെച്ചാൽ കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്, അവർ മുസ്ലിങ്ങളാണ്. ഇന്നമൽ മുശ്രിക്കൂ നജസ് എന്ന് ഖുർആൻ പറഞ്ഞത് എന്നൊക്കെയുള്ള വലിയ. അപ്പോ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ മാലിന്യങ്ങളാണ് എന്ന് ഖുർആനിൽ ഒരു വചനമുണ്ട്. അത് ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നതാണ്. അവരെയാണ് ഇപ്പോൾ ഇദ്ദേഹം കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പറയാം, വളരെ വളരെ ഭീകരമായ വാദങ്ങൾ അദ്ദേഹം സമൂഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ വല്ലാഹി വല്ലാഹി ഒരിക്കലും അവർ മുസ്ലിമീങ്ങളല്ല. അവൻ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളായ ആളുകൾ ഒന്ന് മുസ്ലിമീങ്ങളല്ല, അവർക്ക് മുസ്ലിക്കുകളാണ് എന്നാണ് അദ്ദേഹം വെച്ചുകൊടുത്തത്. അതോടൊപ്പം കുത്തുബിയത്ത് നടത്തുന്ന പള്ളികൾ അമ്പലത്തിന് സമാനമാണ് എന്ന് അദ്ദേഹം കത്തിവയ്ക്കുകയുണ്ടായി. ഇതാ സല്ല വൈദാ സ്വാമ വൈദാ സഖഫൻ, അവരാരും മുസ്ലിമീങ്ങളല്ല എന്നാണ് അദ്ദേഹത്തിന് കണ്ടത്. വാസ്തവത്തിൽ ഇത് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വഫാത്തിനോട് അടുക്കുന്ന സമയത്ത്, ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വഹാബികൾക്കെതിരെ ഖണ്ഡനങ്ങളുമായി വാദപ്രതിവാദങ്ങളുമായി മുമ്പിൽ നിന്ന് ഈ സമൂഹത്തെ നയിച്ച വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് വഹാബികൾക്ക്, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ പുത്തൻവാദികൾക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യത്തിന്റെ ഘട്ടത്തിൽ ഉമർ മൗലവി അയച്ച കത്ത്, അസ്ലിം തസ്ലം, എനിക്ക് മുസ്ലിമായ നിനക്ക് നല്ലതാണ്, നീ മടങ്ങി വരണം, എനിക്ക് ഖുറാഫാത്ത് നിർത്തി ഇസ്ലാമിലേക്ക് കടന്നു ഷഹാത്തിന് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതേ സമയത്ത് ഇന്ന് ഷോയില് പറയുന്നു ഇവർ ഷഹാദത്ത് കരിമ തെറ്റിച്ചവരാണ്, ഷഹാദത്ത് മായം കലർത്തിയവരാണ്, ഇവർ ആരാണ്, ഷിയാക്കളാണ് എന്ന് അദ്ദേഹത്തെ കണ്ടെത്തത്. ഇത്ര ഭീകരമായ വാദങ്ങൾ അദ്ദേഹം വെച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരുപക്ഷം വരുന്ന സുന്നികളാണ്. ആ സുന്നികളെ മുഴുവൻ കാഫറാക്കുകയും അവർ മുഷിക്കുകളാണ് എന്ന് വളരെ ഒരു എന്താ പറയാ, ഒരു ഉറപ്പുമില്ലാതെ ഓരോ ഇസ്ലാമിലെ സംഘടനാ വിഭാഗങ്ങളും പറയുന്നത് അവര് മാത്രമാണ് ശരി, അവര് മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നവർ, മറ്റെല്ലാവരും നരകത്തിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. മറ്റെല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവർ മുജാഹിദ് പറയുന്നതും അത് തന്നെ, ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും അത് തന്നെ, സുന്നികൾ പറയുന്നതും അത് തന്നെ. അപ്പൊ എല്ലാവർക്കും അവനവന്റെ ആശയം മാത്രമാണ് ശരി. ഇവരെല്ലാവരും വിളിക്കുന്നത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? മുസ്ലിം എന്ന് പറയുകയും കേരളത്തിലുള്ള എല്ലാ സുന്നികളും മുശ്രിക്കാക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കേരളത്തിലെ വഹാബികൾ ഉയർത്തിക്കൊണ്ടിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ കുത്തുബിയത്ത് വയ്ക്കുന്നത്? അവർ യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നുണ്ട്, ബദരീങ്ങളെ കാക്കണേ എന്നവർ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പരാമർശം. സത്യത്തിൽ ഇവർക്ക് മുഷിക്കാക്കുന്ന യാതൊരു പഞ്ചവുമില്ല. ഇവരുടെ ഏറ്റവും ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ അത് മുഷ്ടിക്കാക്കലാണ്. ഇന്ന് ജ്വൈദി അബ്ദുൽ മൗലവി നടത്തിയ പ്രഭാഷണം ആലോചിച്ച് നോക്ക്. കേരളത്തിലെ എല്ലാ അതായത് മുജാഹിദ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് പറയും സുന്നികൾ കാഫിറാണ്, നിഷേധികളാണ്. സുന്നികൾ പറയും മുജാഹിദുകാര് നിഷേധികളാണ്, കാഫിറുകളാണ്. ഇങ്ങനെ ഇവര് പരസ്പരം കാഫിറാക്കുകയും നിഷേധികളാക്കുകയും ഇസ്ലാമിൽ നിന്നെടുത്ത് പുറത്തിടുകയും നരകത്തിന്റെ വക്താക്കളാക്കി മാറ്റുകയും അവരിവരെയും ചെയ്യുന്നു, ഇവരവരെയും ചെയ്യുന്നു. പള്ളികളൊക്കെ വരുന്ന ജമാഅത്ത് തുടരാൻ പറ്റൂല, അവർ തുറന്നസ്കരിക്കാൻ പറ്റൂല, അവർ മുസ്ലിമായി കാണുന്നില്ല. സത്യത്തിൽ ഇതിന്റെ ഗൗരവം അവർക്കറിയാമോ? എത്രമാത്രം ഇതിന്റെ ഗൗരവം അവർക്കറിയുമോ? മറ്റൊരാളെ കാഫറാക്കാന്ന് പറഞ്ഞാൽ സുന്നത്തമായത്തെ വിശ്വാസം അനുസരിച്ച് ഒരാളിൽ കുഫറിന്റെ ലക്ഷണം ഉണ്ടെങ്കിലും അയാളെ കാഫറാക്കാൻ പറ്റൂല എന്നാണ്. സുന്നികൾ കാഫറാണെന്നല്ല പറയുന്നത്. ഒരാളുടെ പ്രവർത്തനത്തിൽ കുഫറിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കാഫറാക്കാൻ പറ്റൂല. അത് അവൻ സ്വന്തം കാഫറാകുന്നതിന് സമാനമാണ് എന്നാണ്. അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് കുഫർ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദുകൾ, വഹാബികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മന്ത്രിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇയാൾ ഉബൂരിയാണ്, ബഹുദൈവ വിശ്വാസിയാണ് എന്ന് അറബിൻ രാജ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകൾ കൂടിയാണ് വഹാബികൾ. എന്നാൽ സുന്നികൾക്ക് മുജാഹിദുകൾ തുടരാൻ പറ്റുമോ എന്ന് പിന്നെ ഒരു സംശയം ഉണ്ടാവും. കാരണം സുന്നിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദിന്റെ വിശ്വാസധാര പരിശോധിക്കുമ്പോൾ 2010 ജൂലൈ മാസത്തെ അന്മനാറത്ത് പരിശോധിച്ചു തങ്ങളുടെ വിശ്വാസം എടുത്തോളം ഇവരെല്ലാവരും പറയുന്നത്, ഇവര് പ്രചരിപ്പിക്കുന്നത് ഖുർആനും ഹദീസുമാണെന്നാണ്.
ഇവരെല്ലാവരും പ്രചരിപ്പിക്കുന്നതിലെ ഖുർആനും ഹദീസും എന്താണ് എന്ന് ശരിയായി പഠിക്കണമെങ്കിൽ മതത്തിൽ നിന്നും പുറത്തു പോയവര് പഠിപ്പിക്കണം. സാധാരണക്കാര് വരെ ഇവർക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരാൾക്കും അത് മാനവിക വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെയോ അവരുടെ ലൈംഗിക ജീവിതം അത് മാനവിക വിരുദ്ധ മൂല്യങ്ങൾക്കെതിരാണെന്ന് പറയാനാകുമോ? ഇത് ഇവര് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണക്കാര് പോലും ഇവർക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോ ഇതാണോ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം? ഇസ്ലാമിൽ ആര് പറയുന്നതാണ് ശരി? മുജാഹിദ് ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, സുന്നി വേറൊരു വിഭാഗം ഇങ്ങനെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി വേറൊരു വിഭാഗം വേറൊരു രൂപത്തിൽ പറയുന്നു, അഹമ്മദിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, പിന്നെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഖുർആൻ മാത്രം പ്രമാണമെന്ന് പറയുന്ന ഒരു വിഭാഗം, ഹദീസുകൾ മാത്രം പ്രമാണമെന്ന് പറയുന്ന ഒരു വിഭാഗം. ഇനി ഇതൊന്നുമല്ല, ഖുർആനും ഹദീസും ഒന്നും ഈ രൂപത്തിലല്ല വായിക്കേണ്ടത്, അത് പ്രധാനമായും വായിക്കേണ്ടത് ആശയ തലത്തിലാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇവരില് ആര് പറയുന്നതാണ് സാധാരണക്കാർ വിശ്വസിക്കേണ്ടത്? ആര് പറയുന്നതാണ് ശരിക്കും ശരി? സ്വാഭാവികമല്ലേ? നമുക്ക് ചോദിക്കില്ലേ, ബ്രൗണി പ്ലേ നിന്റെ തന്ത. അപ്പോ ഒരു വസ്തുത വന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളെ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കും ഞാൻ, സംശയമൊന്നുമില്ല. ഇവിടെ എന്താണ് ഖുർആൻ പറഞ്ഞത്, എന്താണ് ഹദീസ് പറഞ്ഞത് എന്ന് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അറിയില്ല. ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല. ഒന്ന്, പിന്നെ തന്നെയുമല്ല, ഒരു ഖുർആൻ വചനം കിട്ടിയാൽ അത് ഖുർആനാണോ, ഒരു ഹദീസ് വചനം കിട്ടിയാൽ അത് ഹദീസാണ്, ഇത് കമ്പയർ ചെയ്ത് അറിയില്ല. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മതം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ദൗത്യം. ഇത് ശരിയാണോ, ശരിക്കും എന്താണ് മതപ്രമാണങ്ങളിൽ പറഞ്ഞ, ഇതിന്റെ പിന്നാലെയൊന്നും അവരാരും പോകാറില്ല. ഇപ്പൊ ഖുർആനിലില്ല ഹിജാബ്, നിക്കാബ്, ബുർക്ക, ഇതൊന്നും ഖുർആനിലില്ല. അപ്പോ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് വാദിക്കുന്ന ആളുകൾ എങ്ങനെ മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കും? ഇനി 5 നേരം നമസ്കരിക്കണം, ശരി, അത് അറബി ഭാഷയിലായിരിക്കണം, അറേബ്യയിലേക്ക് തിരിഞ്ഞു നിന്ന് തന്നെ നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, 5 നേരം ബാങ്ക് വിളിക്കണം, ചേലാകർമ്മം ചെയ്യണം, നമസ്കാര സമയത്ത് ഇന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്, സ്ത്രീകളാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള വസ്ത്രവും, പുരുഷന്മാരാണെങ്കിൽ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗവും മറച്ച്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ഇന്നലെയാണ് 67 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ചേലാകർമ്മം ചെയ്തു കൊന്നുകളഞ്ഞത്. അമിത രക്തസ്രാവം ഉണ്ടായി, ഇരട്ടയിൽ ഒരു കുട്ടിയാണ്. അപ്പോ ഒരു വിഭാഗം ആളുകൾ സുന്നികളാണെങ്കിൽ നരകത്തിൽ പോകുമെന്നും, മറ്റൊരു വിഭാഗം ആളുകൾ ഞങ്ങൾ സുന്നികളാണ്, സുന്നി മതത്തിൽ ചേർന്നാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ എന്നും പറയുന്നു. ഇവരെ മുഖം മറച്ച് മനുഷ്യനെ, ഭാര്യയെയും മക്കളെയും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. സുന്നി മദ്രസകളിൽ പോലും പർദ്ദ നിർബന്ധിപ്പിച്ച് ധരിപ്പിക്കുന്നുണ്ട്. റമളാൻ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കുട്ടികള് പട്ടിണി കിടക്കണം എന്ന് നിർബന്ധിക്കുന്നുണ്ട്. നിർബന്ധിപ്പിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. മക്കയിൽ പോയി കല്ല് പറക്കി പിശാചിനെ എറിയണം, AC-യിൽ നിന്നിട്ട് പിശാചിനെ കല്ലെറിയണം, പ്രവാചകൻ ചുംബിച്ച ഹജറുൽ അസ്വദിൽ ഒന്ന് ചുംബിക്കണം. ആ കാലഘട്ടത്തിലെ ഹജ്ജ് തന്നെയാണ് ഈ കാലഘട്ടത്തിലും ചെയ്യേണ്ടത്. ഇവിടെ പെണ്ണ് ഹറാമാണ്, പെണ്ണിനെ തൊടാൻ പാടില്ല, ഇവിടെ മറ വേണം, പെണ്ണിന് ഇവിടത്തെ പള്ളിയിൽ പ്രവേശനമില്ല, മക്കയിൽ ആണും പെണ്ണും ഇടകലർന്ന് ചെയ്യാം. ഉംറ ചെയ്യുന്നതിനിടയിൽ 3 തവണ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ പറയുന്നു, ഉംറ ചെയ്യുന്നു, എൻ്റെ പിന്നിൽ എന്തോ എൻ്റെ നിതംബത്തിൽ എന്തോ ഒരു ഭാഗം വന്ന് ഉരസുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പിന്നീട് അത് തോന്നലാണെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഹജ്ജ് ചെയ്യാൻ പോയവനാ പുറകിൽ നിന്നിട്ട് അവന്റെ സൂന എടുത്തിട്ട് ആ പെണ്ണിന്റെ പിൻഭാഗത്തിൽ ഒരയ്ക്കുന്നു. ഇത് എങ്ങനെയാണ് ഇവർക്ക് തഖ്വ കിട്ടുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറയുന്നു, സ്വർഗത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു, പാപമോചനം ലഭിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഈ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ സ്ത്രീകളെ കൊണ്ടുപോകുന്ന ഉസ്താദുമാര് തന്നെ പെണ്ണുങ്ങളെ എടുത്തിട്ട് പെരുമാറുന്നു. അപ്പൊ ഇവരുടെ കൂടെ പോകുന്ന ആളുകൾക്ക് എത്രമാത്രം ഭക്തി ഉണ്ടാകും, എത്ര തഖ്വയുണ്ടാകും, ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയുണ്ടാകും, എത്രമാത്രം അവർക്ക് അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും? അപ്പോ ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ അതോ ഖുർആൻ പഠിപ്പിച്ചതാണോ
ഏത് മതവിശ്വാസികൾ പറയുന്നതാണ് ശരി? സുന്നി മതക്കാർ പറയുന്നതാണോ ശരി? മുജാഹിദ് മതക്കാർ പറയുന്നതാണോ ശരി? ജമാഅത്ത് മതക്കാർ പറയുന്നതാണോ ശരി? ഇനി അതല്ല, ഐസിസ് പോലെയുള്ള വിഭാഗങ്ങൾ ഉണ്ടല്ലോ, ഇത് എന്തുവാ ഇത് ശരി? ഇവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നത് എന്താ? 72 ഹൂറികളുടെ സ്ഥലങ്ങളല്ലേ? കല്ലാറും കള്ളാറും പാലാറും തേനാറും ഒക്കെ അടങ്ങുന്ന മധ്യപ്പുഴ തന്നെയല്ലേ? 5 സ്റ്റാർ സ്വർഗത്തെ കുറിച്ചിട്ടല്ലേ ഖുർആനും പ്രവാചകനും പഠിപ്പിക്കുന്നത്? ഇത് തന്നെയല്ലേ ഖുർആനിൽ ഉള്ളത്? അപ്പൊ ഇതൊക്കെ മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ് എന്ന് ഹദീസുകളിലൂടെയാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. ഖുർആൻ മാത്രമാണ് പ്രമാണമാണ് വച്ച് വിശ്വസിക്കുന്നതെങ്കിൽ നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന ആളുകൾ എഴുതിയ പ്രമാണങ്ങൾ അതൊക്കെ 90% തെറ്റാണ് എന്നൊരു വിഭാഗം പറയുമ്പോഴും അവർക്കും അതില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയിപ്പോയി. മുസ്ലിങ്ങൾ ഇപ്പോഴും ഖുർആനിലും ഹദീസിലും എന്ത് പറയുന്നു എന്നറിയാതെ എൻ്റെ പിതാക്കന്മാര് ചെയ്തു, ഞാനും അത് തന്നെ ചെയ്യുന്നു. ആരാണ് അബൂ ഹുറൈറ? ആരാണ് മുആവിയ? എങ്ങനെയാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ പിറവിയെടുത്തത്? 99% ആളുകൾക്കും ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. വിദ്യ നേടണം, ഭൗതിക വിദ്യാഭ്യാസമാണോ മതവിദ്യാഭ്യാസം നേടാനാണോ? ഖുർആൻ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കുത്തിലും കോമയിലും ചടഞ്ഞിരിക്കുമ്പോൾ ഒരു മനുഷ്യനായി തീരുന്നത്? നമുക്ക് എങ്ങനെയാണ് 6-ാം നൂറ്റാണ്ടിന്റെ ശരികൾ ഈ നൂറ്റാണ്ടിന്റെ ശരികളാണ് എന്ന് അംഗീകരിക്കാൻ കഴിയുന്നത്? ഖുർആനിലെ ഹിജാബിനെ കുറിച്ചിട്ട് തന്നെ നോക്ക്, നമസ്കാരത്തെ കുറിച്ച് നോക്ക്, സക്കാത്തിനെ കുറിച്ച് നോക്ക്, നോമ്പിനെ കുറിച്ച് നോക്ക്. ഇവരുടെ തലച്ചോറിലേക്ക് ഇത് കയറുന്നില്ല എന്താണ് പറയുന്നത് എന്ന്. മനുഷ്യനെ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഗോത്രങ്ങളും സമുദായങ്ങളും ഉണ്ടാക്കിയത് എന്നാ പറഞ്ഞപ്പോ മുഖം മറച്ചാൽ എങ്ങനെയാണ് മനുഷ്യന് പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്നത്? ഇവിടെ അഹമ്മദിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മുഹമ്മദ് നബിയിലല്ല അവർ വിശ്വസിക്കുന്നത്. മിർസ ഗുലാം അഹമ്മദ് എന്ന ഒരു വ്യക്തി പ്രവാചകവാദവുമായിട്ട് വന്നു. അദ്ദേഹത്തെ പിൽക്കാലത്ത് വന്ന മുഴുവൻ വിശ്വാസികളും കാദിയാനി, കള്ളവാദി എന്നാ പറഞ്ഞത്. കെദിബാക്കുക, കളവാക്കുക. അപ്പോ ഈ അഹമ്മദിയാക്കൾ സുന്നികളാണെന്ന് പറഞ്ഞാൽ സുന്നികൾ അംഗീകരിക്കില്ല. സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ മുജാഹിദ് അംഗീകരിക്കില്ല. മുജാഹിദുകാര് സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ജമാഅത്ത് അംഗീകരിക്കില്ല. ഇങ്ങനെ ഇവര് പരസ്പരം എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല തമ്മിലടി തുടർന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും. സമസ്തക്കാര് മുജാഹിദുകളെ സമസ്തക്കാർ കുറേ ആയി ഇവരുടെ തർക്കം തുടങ്ങിയിട്ട്. നമ്മൾ കേട്ടിട്ടില്ലേ സുന്നി മുജാഹിദ് സംവാദം? നമുക്ക് മനസ്സിലാകും ഇവർ രണ്ടുപേരും പിൻപറ്റുന്നത് ഖുർആനും ഹദീസുമാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് തർക്കിക്കേണ്ടി വരുന്നത്? സുന്നി വിഭാഗത്തിന്റെ ഖുർആൻ പരിഭാഷയല്ല ജമാഅത്തിന്റെ പരിഭാഷ, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിഭാഷയല്ല മുജാഹിദിൻ്റെത്. അങ്ങനെ സമസ്തയ്ക്കു വേറെ, വഹാബികൾക്ക് വേറെ, മൗദൂദികൾക്ക് വേറെ, ഖുർആനിസ്റ്റുകൾക്ക് വേറെ, അഹ്ലെ ഖുർആന്റെ ആളുകൾക്ക് വേറെ, അഹമ്മദിയാക്കൾക്ക് വേറെ. മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകന്റെ തന്നെ മകളുടെ ഭർത്താവായ അലി, ആ അലിയുടെ സ്ഥാനമാനത്തെ പറ്റിയുള്ള തർക്കം. പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രവാചകന്റെ സ്ഥാനത്തേക്ക്, ഖലീഫയിലേക്ക്, ഭരണാധികാരിയിലേക്ക്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധികാരിയായി വരേണ്ടത് അലിയാണ് എന്നൊരു പറ്റം ആളുകൾ തർക്കിച്ചു. അങ്ങനെ മുഹമ്മദ് നബിക്ക് ശേഷമുള്ള അധികാര തർക്കത്തെ തുടർന്നിട്ടാണ് സുന്നികൾ, ഷിയാക്കൾ എന്നീ വിഭജനം തന്നെ നടന്നത്. അബൂ സുഫിയാന്റെ മകൻ, പ്രവാചകന്റെ പ്രബലനായ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹത്തിന്റെ മകനായ മുആവിയ ചതിപ്രയോഗത്തിലൂടെ പ്രവാചകന്റെ 4 ഖലീഫമാർക്ക് ശേഷം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഈ 4 പേർക്ക് ശേഷം ഒരു ഖിലാഫത്ത് അവിടെ സ്ഥാപിച്ചു. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക ഭരണം. അതിന് അമവി, അതായത് അമവി ഭരണം എന്നാ പറയുക, മുആവിയ.
മുആവിയയുടെ അമവിയ എന്ന് പറയുന്ന ഒരു ഖിലാഫത്ത് അവിടെ സ്ഥാപിച്ചെടുക്കുകയാണ്. പഴയ പ്രതാപമല്ല. അങ്ങനെ അബൂ ഹുറൈറ എന്ന ഒരു വ്യക്തി ആ പ്രവാചകനെ കണ്ടിട്ടുണ്ട്. പ്രവാചകനാണ്, അദ്ദേഹത്തിന് പൂച്ചകളുടെ പിതാവ്, പൂച്ചയെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ ഒരു അപരനാമത്തിലാണ് മനുഷ്യൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ മദീനയിലെ ഇമാമായി നിയമിച്ചു. അതിനുശേഷം ഈ അബൂ ഹുറൈറ നബി പറഞ്ഞു കേട്ടു, നബി പറഞ്ഞു കേട്ടു എന്നുള്ള രൂപത്തില് കുറെ കാര്യങ്ങൾ അങ്ങ് തട്ടിവിട്ടു. അതാണ് ഹദീസുകൾ. ഇതിന്റെ വിശ്വാസ്യത എന്താണ്? പ്രവാചകൻ ചെയ്തു പറഞ്ഞു എന്ന് പറയുന്നു. ഇതിനെന്താണ് തെളിവ്? എന്താണ് ആധാരം? വർഷങ്ങൾക്ക് ശേഷം ഇത് വാമൊഴിയായും വരമൊഴിയായും ഹദീസുകൾ എന്ന രൂപത്തിൽ രൂപപ്പെട്ടു. ബുഖാരി, മുസ്ലിം, തിർമുദി, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, ഈ 6 പേര് എഴുതി വെച്ചു. ഇതിനെ അറിയപ്പെടുന്നത് അസ്സിഹാഹു സിത്ത, ഏറ്റവും ശരിയായ 6 പ്രമാണങ്ങൾ എന്ന പേരിലാണ്. അങ്ങനെ ഇതിലൂടെയാണ് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖുർആനും ഹദീസും മാത്രം പോരാ, ഇജ്മാഉം ഖിയാസും വേണം. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏകാഭിപ്രായം. സമാനമായ സംഭവങ്ങളിൽ പ്രവാചകൻ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ പണ്ഡിതന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരൊറ്റ അഭിപ്രായം അങ്ങ് എടുക്കും. ഖിയാസ് ഉണ്ട്, അവലംബം, അതായത് കമ്പയർ ചെയ്യും. ഇത് എങ്ങനെയാണ്? ഇനിയിപ്പോ ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല, ഖിയാസിലും ഇല്ലെങ്കിൽ ഇജ്മാ, പണ്ഡിതന്മാരെല്ലാവരും കൂടി ചേർന്ന് ഖുർആനും ഹദീസും ഒക്കെ വെച്ചിട്ട് ശരി നബി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു വിധിക്കുന്നത്, അങ്ങനെ ഒരു വിധി അങ്ങ് പുറപ്പെടുവിക്കും. അങ്ങനെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന സുന്നികൾ തന്നെ പിറവിയെടുക്കുന്നത്. പിന്നീട് ഇവര് തന്നെ ഷാഫി, ഹനഫി, ഹംബിലി, മാലിക്കി, ഈ 4 അഭിപ്രായങ്ങൾ, 4 മദ്ഹബ് എന്നാ പറയുക. ബില്ല 4 മദ്ഹബുകൾ എന്നാ പറയുക. ഈ രൂപത്തിലാണ് അത് രൂപപ്പെടുന്നത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസത്തില് 100 കണക്കിന് സുന്നി സംഘടനകൾ പിന്നീട് സ്പ്ലിറ്റായി വന്നു. അപ്പൊ അഹമ്മദിയ വിഭാഗക്കാര് ഇതുപോലെ സ്പ്ലിറ്റായ ഒരു വിഭാഗമാണ്. അവര് മുആവിയയുടെ ഖിലാഫത്തിനെയും ആ ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തെയും അംഗീകരിക്കുന്നു. അബൂ ഹുറൈറയുടെ വാമൊഴി ഹദീസുകൾ ബുഖാരി വരമൊഴിയായി എഴുതി വച്ചത് മുഴുവനും പ്രവർത്തിക്കുന്നു. 4 മദ്ഹബുകളിൽ 4 അഭിപ്രായങ്ങൾ എന്ന 4 പണ്ഡിതന്മാരാണ്. അതില് ഹനഫി മദ്ഹബ് പ്രകാരമാണ് ഭൂരിപക്ഷം അഹമ്മദിയാക്കളുടെയും നമസ്കാരവും പോലും. ഇത് എല്ലാം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഓരോ സന്ദർഭങ്ങൾക്കും അനുയോജ്യമായിട്ട് അവരായിട്ട് തന്നെ ഓരോരോ ആശയങ്ങൾ രൂപപ്പെടുത്തി അവർക്ക് പറ്റുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ അവരെടുത്തു. ഇതെല്ലാം പ്രവാചകന്റെ മരണം കഴിഞ്ഞ് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ വരമൊഴിയായി രേഖപ്പെടുത്തപ്പെട്ടത്. അന്ന് അറേബ്യയിലെ ജനങ്ങള് പ്രവാചകൻ മരണപ്പെട്ടു പോയി, പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മളിലൂടെ തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമോ എന്ന് ഭയന്നു. അങ്ങനെ ഓരോരുത്തരും കണ്ടു, കേട്ടു, പറഞ്ഞു എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറഞ്ഞതും ചെയ്തതും ഒക്കെ ആയിട്ട് ഹദീസുകളൊക്കെ രൂപപ്പെടുന്നത്. ഇപ്പോ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ശേഖരിച്ച ഹദീസുകളെല്ലാം ഇസ്ലാമിന്റെ 2ാം പ്രമാണമല്ല. അതിനകത്തു നിന്നും അരിച്ചെടുത്ത ഏതാനും കുറച്ച് ഹദീസുകൾ, ഇവര് ലക്ഷക്കണക്കിന് ഹദീസുകളാണ് ഇവര് സ്വരൂപിച്ചിട്ടുള്ളത്. ഒരാളുടെ അടുത്ത് പോയിട്ട് നബി എങ്ങനെ ഒളു എടുത്തിരുന്നത്, അത് ഇങ്ങനെ ഒളു എടുത്ത്, നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ മാമ പറഞ്ഞു. ഉടനെ മാമാന്റെ അടുത്തേക്ക് പോകും. മാമ എങ്ങനെ മാമ ഒളു എടുത്തത്? അതിങ്ങനെയാണ്. നിങ്ങളോട് ആര് പറഞ്ഞു? എന്റെ മൂത്താപ്പ പറഞ്ഞു. ഉടനെ മൂത്താപ്പയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോ മൂത്താപ്പ കള്ളം പറഞ്ഞിട്ടുണ്ടോ, മാമ കള്ളം പറഞ്ഞിട്ടുണ്ടോ, നമ്മളോട് ഹദീസുകൾ പറഞ്ഞവര് കള്ളം പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചു എന്നൊക്കെയാണ് ഇവർ പറയപ്പെടുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാലും ഇത്രയും ദുർബലമാക്കപ്പെട്ട ഹദീസുകൾ രൂപപ്പെടുമായിരുന്നില്ലല്ലോ. നബിയുടെ മരണശേഷം എങ്ങനെയാണ് പ്രവാചകനാണ് അള്ളാഹു ദൈവികമായ ബോധനം നൽകുന്നത്. നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാളോട് പറയുമ്പോൾ എന്താണെങ്കിലും അതിനകത്ത് കൂടുതലോ കുറവോ ഒക്കെ വരില്ലേ? പ്രവാചകൻ കണ്ടിട്ടില്ല, ഈ ഖുർആനും കണ്ടിട്ടില്ല, ഹദീസും കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണ് പ്രമാണമായിട്ട് അംഗീകരിക്കുന്നത്? നബിയുടെ മരണശേഷം ശരിക്കും മുസ്ലിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവരെങ്ങനെയാണ് ജീവിച്ചത്? ഈ ഹദീസുകൾ സ്വീകരിച്ചിരുന്ന ഈ പണ്ഡിതന്മാർ 6 പേര്
ഇവരുടെ ഹദീസുകളാണ് സ്വഹീഹായത് എന്ന് ആരാണ് രേഖപ്പെടുത്തിയത്? ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണമെന്നും ഖുർആനിന്റെ വിശദീകരണമെന്നും സാക്ഷ്യപ്പെടുത്തിയത് ആരാ? അതിന്റെ മാനദണ്ഡം എന്താ? ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അള്ളാഹുവിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നബി വന്നത്. അതായത് അള്ളാഹു ആരാണ്? നമ്മുടെ സൃഷ്ടാവല്ലേ? ശരി, ആ സൃഷ്ടാവിനെ ഇങ്ങനെയൊക്കെ ആരാധിക്കണം. ആ നബിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഖുർആനും ഹദീസും. വല്ല മനസ്സിലായോ? അല്ല, ഇവൻ സത്യസന്ധനാണെന്ന് ആര് പറഞ്ഞു? പടച്ചോൻ പറഞ്ഞു. പടച്ചോനെ കുറിച്ച് ആര് പറഞ്ഞു? ഇവൻ പറഞ്ഞു. അള്ളാഹു എന്താണ് എന്ന് നബിയും പഠിപ്പിച്ചു, നബി എന്താണെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെയും പഠിപ്പിച്ചു. എങ്ങനെയുണ്ട്? അതല്ല, ഇനിയും അള്ളാഹു ജനങ്ങൾക്ക് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയതാണോ ഖുർആൻ? അതോ അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കിയതാണോ നബിയെ? അപ്പോൾ നബി ക്രിയേറ്റ് ചെയ്ത ഗ്രന്ഥമാണോ ഈ ഖുർആൻ? എങ്ങനെ നമസ്കരിക്കണം, എത്ര നേരം നമസ്കരിക്കണം എന്നൊരു കുഞ്ഞു വചനത്തിലൂടെ പറഞ്ഞു വെക്കാമായിരുന്നു പടച്ചോന്. അതുപോലും ഈ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അതൊന്നുമില്ല. ഇപ്പോ നമുക്കറിയാം, നോമ്പൊക്കെ പിടിക്കുന്ന സമയത്ത് ചില ആളുകളോട് അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും വായിക്കും. ഇപ്പോ 5 നേരം പല്ല് തേക്കണം അല്ലേ? ഖുർആൻ മാത്രം പ്രമാണമാക്കുന്ന ആളുകൾക്ക് ഈ കീഴ്വായു പോയാൽ എന്ത് ചെയ്യണം എന്ന് എങ്ങനെ കിട്ടും? ഹദീസിലേ ഉള്ളൂ. പല ആളുകൾക്കും അതങ്ങോട്ട് തിരിയുന്നില്ല. ഇപ്പൊ ഒരാൾ ഒന്നും എടുത്തിട്ട് വന്നു, കീഴ്വായു പോയി, പിന്നീട് അയാൾ പോയി കയ്യും കാലും മുഖവും കഴുകണം. സത്യം പറഞ്ഞാൽ പിൻഭാഗം കഴുകണ്ടേ? വളി പോയാൽ വൊളു മുറിയും. ഇതാണ് പണ്ഡിതന്മാര് പറയാറുള്ളത്. ഇപ്പൊ ഒരാള് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കുന്നു, ഒരു കീഴ്വായു പോയി, അയാൾ ഉടനെ ഡിക്ലെയർ ചെയ്യണം, ദാ പോയിട്ടുണ്ട് കേട്ടോ എന്ന് മൈക്കിലൂടെ. അപ്പോഴേ അടുത്ത ആൾക്ക് ഇമാമത്ത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾക്കാണല്ലോ ഈ പോയത്. ഇത് പിൻഭാഗം കഴുകലല്ലേ വേണ്ടത് എന്ന് ലോജിക്കോടുകൂടി ചോദിച്ചാൽ പറയും മദ്ദത്തിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന്. ഒരാൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി പിശാച് കീഴ്വായു ഇട്ടിട്ട് ഓടുമെന്നാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലെ സ്ത്രീകള് അങ്ങനെ ഒരു കീഴ്വായു വിടുകയോ ശബ്ദത്തോടെ വിട്ടാലോ, ഇന്തോനേഷ്യയില് ഇസ്ലാമിക രാജ്യമാണല്ലോ, ചാട്ടവാറടിയാണ് ശിക്ഷ. മൊത്തത്തില് ഒരു ലോജിക്കില്ല ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇനി പടച്ചോന് തെറ്റുപറ്റിയതാണോ? ഇനി അതല്ല, അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിൽ പ്രവാചകൻ പരാജയപ്പെട്ടതാണോ? ഇനി അതും അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കിയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായതാണോ? അവർക്ക് സംഭവിച്ച പിഴവാണോ? എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും ആളുകള് ഓടി ഒളിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു പല സന്ദർഭങ്ങളിലും. കാരണം ബുദ്ധിയുള്ള, വിവേകമുള്ള, ചിന്തിക്കുന്ന യുവതലമുറയ്ക്ക് മനസ്സിലാകുന്നു, ആകെ കൂടി എന്തോ മൊത്തത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇസ്ലാമില്. എങ്ങനെയാ ഇതങ്ങോട്ട് അംഗീകരിക്കുന്നത്? അംഗീകരിക്കാനും പറ്റുന്നില്ല, അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല. കാരണം നമ്മൾ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു പോയല്ലോ. അതുകൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരാകുവാൻ. അങ്ങനെ നോക്കുമ്പോ ഇതിലേതങ്ങോട്ട് ശരി, ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നങ്ങോട്ട് തിരിയുന്നില്ല. അതുകൊണ്ട് ഈ യുവതലമുറ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകവും പൊക്കി പിടിച്ചിട്ട് ആ ഖുർആൻ ഓതടാ, നിസ്കരിക്കടാ, ഇങ്ങനെ ജീവിക്കടാ, അങ്ങനെ ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞാല് അവര് നമ്മളെ കളിയാക്കും. അത് തന്നെയാണ് മറയിൻ എഴുതിയിട്ടുണ്ട്. പ്രവാചകനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് അക്ഷരമറിയാത്ത ഒരാളെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകനെയാണ് ജനങ്ങളെ ഖുർആനും ഹദീസും പഠിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോ
അതിനകത്ത് തന്നെ ഇല്ല കാര്യങ്ങൾ. ഇപ്പൊ ഇസ്ലാമിൽ നിന്നും ആളുകൾ ഓടി ഒളിച്ചു. मेरे घर का शीशा डैमेज हो गया था बट मैंने उसे चेंज नहीं. ഇസ്ലാമിനെ ആളുകൾക്ക് വേണ്ട. കാരണം എന്താ? ഇതൊരു ലോജിക് ഇല്ലാത്ത ആശയമാണ്, മതമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പോ സൗദി അറേബ്യ നമുക്കറിയാം, അവിടെ MBS നടപ്പിലാക്കുന്ന ഭരണ പരിഷ്കാരങ്ങൾ വരുന്ന ഒരു 7 വർഷം കൊണ്ട് ഇസ്ലാമിക നിയമത്തെ മാറ്റിമറിച്ച് ഒരു യൂറോപ്യൻ രാജ്യത്തിന് സമാനമായ മറ്റൊരു രാജ്യമായി സൗദി അറേബ്യ മാറ്റുമെന്നാണ് MBS പറഞ്ഞത്. അവിടെ മുസ്ലിങ്ങൾക്കാണെങ്കിലും നിയമങ്ങൾ ഒരുപോലെ. ഇപ്പോ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന MBS എത്രമാത്രം ചരിത്രപരമായ മുന്നേറ്റമാണ് മുന്നോട്ട് വെച്ചിരിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ പേരില് ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് വധഭീഷണി വരെ നേരിടുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമല്ലേ വലിച്ചെറിഞ്ഞത്, അവര് വെറുതെ വിടുവോ? മതത്തിൽ നിന്നും ആളുകൾ വലിയ രൂപത്തിൽ കൊഴിഞ്ഞു പോകുന്നത് നോക്കിക്കോ. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വരുന്നു. അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായി ഇതുവരെ മില്യൺ കണക്കിന് ആളുകളാണ് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നത്. യുവാക്കളാണ് ഇവരിൽ ഭൂരിഭാഗം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ടാണെന്നറിയാമോ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ലണ്ടൻ അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും മാത്രം മതം വിട്ട് പുറത്തു പോകുന്നവരുടെ വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നത്. അവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നിട്ടും ഇറാനില്, തുർക്കിയിലൊക്കെ ഇറാനിൽ ഏതാണ്ട് 69% ആളുകളും മതരഹിതരാണ്. ഡിക്ലെയർ ചെയ്യാൻ വഴിയില്ല. പ്ലൂ റിസർച്ച് സെന്ററാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. 4 വർഷത്തിനിടെ അമേരിക്കയിൽ 1.3 മില്യൺ മുസ്ലിങ്ങളാണ് മതം ഉപേക്ഷിച്ചത് എന്നാണ് വിവരം. എന്തായിരിക്കും ഇതിന് കാരണം? റിപ്പോർട്ടുകൾ അനുസരിച്ച് മതം മാറിയവരിൽ ഭൂരിഭാഗവും ഇസ്ലാമിക നിയമങ്ങൾ മനം മടുത്താണ് മതം ഉപേക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2019 അതായത് പെണ്ണ് ലിപ്സ്റ്റിക് ഇട്ടാൽ അത് തെറ്റ്, വേശ്യ, പുരികം ഒന്ന് ഷേപ്പ് ചെയ്താൽ അത് തെറ്റ്, പെർഫ്യൂം അടിച്ചാൽ അത് തെറ്റ്, പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്താൽ തെറ്റ്, പെണ്ണ് വിദ്യാഭ്യാസം നേടിയാൽ അത് തെറ്റ്, പെണ്ണ് ജോലിക്ക് പോയാൽ അത് തെറ്റ്, പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ ഒരു പുരുഷനെ സ്വയംവരം നടത്തിയാൽ അത് തെറ്റ്. ഇങ്ങനെ വരുമ്പോ എല്ലാം പെണ്ണുങ്ങൾക്കാണ് ഈ മതം ശ്മശാനമായി മാറുന്നത് എന്ന് പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. അതുവഴി പുരുഷനും ചിന്തിക്കാൻ കഴിഞ്ഞു, എന്നെ പോലെ തന്നെയല്ലേ ഒരു സ്ത്രീയും, എന്തുകൊണ്ടാണ് എനിക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഇല്ലാത്തത് എന്ന് പുരുഷന്മാരും ചിന്തിച്ചു തുടങ്ങി. പിന്നെ തന്നെയുമല്ല, ഇവിടെ കള്ളും പെണ്ണും ഹറാമാണ്. മരിച്ചു കഴിഞ്ഞാൽ പെണ്ണും കള്ളും ഒക്കെ ഹലാലാകുകയും ചെയ്യും. ഇത് എന്തുമാതിരി മതമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും ഇസ്ലാം ഏറിലായി മാറുമെന്നും പ്രവാചകൻ അറിയില്ലായിരുന്നു 6-ാം നൂറ്റാണ്ടില്. അതിനു മുമ്പേ ആദമിനെ അടക്കം സൃഷ്ടിച്ച അള്ളാഹുവിനും അറിയില്ലായിരുന്നു. ജൂതന്റെ തലച്ചോറിനെ കുറിച്ച് അറിയാതിരുന്ന പടച്ചവന് തെറ്റുപറ്റിപ്പോയി. കാരണം ജൂതൻ ഇങ്ങനെ മീഡിയകൾ കണ്ടുപിടിക്കും. അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആൻ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടും. ജനങ്ങൾ അത് അറിയും, മനസ്സിലാക്കും, അവരതിനെ എടുത്ത് വിമർശിക്കും. ഇപ്പൊ വയനാട്ടിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ നടക്കും, അതിനകത്ത് ഒരുപാട് മനുഷ്യര് മരിക്കും. അതിൽപ്പെട്ട സുബൈദ എന്ന ഒരു സ്ത്രീയെ മണ്ണിലും ചെളിയിലും മുഴുവനുമായി ദിവസങ്ങളോളം കഴിഞ്ഞ് അള്ളാഹു പ്രവാചകനും ഹറാമാണ് എന്ന്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ നായെ ആ സ്ത്രീയെ കണ്ടെത്തും. അതോടുകൂടി തന്നെ നമ്മുടെ മതത്തിന് വലിയ രൂപത്തിൽ പ്രഹരമേൽക്കും. ഇതൊന്നും 6-ാം നൂറ്റാണ്ടിൽ ആ പ്രവാചകനും അറിയാൻ പറ്റിയില്ല, പടച്ചോനും അറിയാൻ പറ്റിയില്ല. അപ്പൊ ഈ മതത്തിലുള്ള ഇത്തരം വസ്തുതകൾ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അവരത് മനസ്സിലാക്കി. വേറെ പണിയൊന്നുമില്ലേ? സ്വർഗം, പെണ്ണുങ്ങള്, മദ്യപ്പോയ, പൊരിച്ച മീനിന്റെ കരള്, സ്പൈസി ആയിട്ടുള്ള കരളും കട്ടിത്തേനും, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉച്ചയും കുത്തിയും പറയുന്നത്. പോയി പണി എന്താ വെച്ചാൽ നോക്ക് എന്ന് പറയുന്ന രൂപത്തിലേക്ക് യുവതലമുറ മാറി ചിന്തിക്കുന്നു. ഇതുവരെ 23% പേരാണ് മതം ഉപേക്ഷിച്ചത്. ഇസ്ലാമിക നിയമങ്ങളോടുള്ള എതിർപ്പാണ് വലിയ ഒരു വിഭാഗം ആളുകൾ മതം ഉപേക്ഷിക്കുന്നു. മറൈൻ പറഞ്ഞത് അർത്ഥവത്താണ്. കാരണം പെണ്ണ്, കള്ള്, സുഖസൗകര്യങ്ങൾ, അധികാരം,
പദവി. എന്തിനേറെ പറയുന്നു, മുഹമ്മദ് നബി 1-നും 2-നും വെളയിൽ പോയാൽ ചുമ്മാ പോയങ്ങ് ഇരുന്നാ മതി. വെള്ളം കൊണ്ടുപോടാ അനസ് എന്ന് പറയുമ്പോ ഇയാള് സാധിച്ചു കഴിഞ്ഞാൽ അയാൾ കൊണ്ടുവരും വെള്ളം. അത്രയ്ക്ക് ജീവിതം കേമമായി അനുഭവിച്ച് ആസ്വദിച്ചു. വീട്ടിനകത്ത് കയറിയാലോ ബക്കറ്റിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് കട്ടിലടിയിൽ വെക്കും. എല്ലാത്തിനും പരിചാരകരാണെന്നേ. ഇദ്ദേഹത്തിന്റെ മലവും മൂത്രവും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് 14 വർഷം അനസ് പിന്നാലെ നടന്നെന്നൊക്കെ പറഞ്ഞില്ലേ. ഈ അനസാണ് പറഞ്ഞത് പ്രവാചകന് 30 പുരുഷന്റെ കുതിരശക്തി ഉണ്ടെന്ന്, ലൈംഗിക ശക്തി ഉണ്ടെന്ന് 30 പുരുഷന്റെ. അനസിനോട് നബി പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അനസ് ഒളിച്ചു നിന്ന് കണ്ടിരിക്കും, അതല്ലെങ്കിൽ അനസിൽ നബി കഴിവ് തെളിയിക്കാൻ പോയിരിക്കും. ഈ ഖുർആനും ഹദീസും ഇസ്ലാം മത പ്രഭാഷകരുടെ വഷളുകളും ഒക്കെ കേൾക്കുമ്പോ യുവതലമുറയ്ക്ക് ലജ്ജ തോന്നുക. ഇത് എന്തുമാതിരി മതമാണ് എന്ന് തോന്നുവാണ്. അതുകൊണ്ടാണ് അവർ മനം മടുത്തിട്ട് ഈ മതം ഉപേക്ഷിച്ചു പോകുന്നത്. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പെണ്ണും കള്ളും സുഖസൗകര്യങ്ങളും അധികാരവും പദവിയും പണവും എല്ലാം കിട്ടി. എല്ലാം അനുഭവിച്ചു വേണ്ട പോലെ ആസ്വദിച്ച് തന്നെയാണ് ആ പ്രവാചകൻ പോയത്. 7% പേർക്ക് മതം ഉപേക്ഷിക്കാൻ പ്രേരണയായത്. ജർമ്മനിയിലും വിശ്വാസികൾ കൂട്ടത്തോടെ ഇസ്ലാം മതം വേണ്ടെന്ന് വെക്കുകയാണ്. രാജ്യത്ത് പ്രതിവർഷം 10,000 മുതൽ 20,000 വരെ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നുണ്ടെന്നാണ് പ്രശസ്ത പത്രമായ ഡൈ വെൽറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിട്ടനിൽ പ്രതിവർഷം 1,00,000 പേരാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവല്ല. 2023 ഇറാനിൽ നിരവധി പേരാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് ഉൾപ്പെടെ പരിവർത്തനം ചെയ്യപ്പെട്ടത്. 1900 പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത്. കഴിഞ്ഞ ദിവസം ഒരു ഐസിസ് ഭീകരനെ ജർമ്മനിയാണോ ബ്രിട്ടനാണോ പിടിച്ച് ജയിലിലാക്കി. ആ ജയിലിൽ കിടന്ന ഐസിസ് ഭീകരനാണ് ഒരുപാട് പേരുടെ കഴുത്തുകൾ വെട്ടിയ, ഒരുപാട് പേരുടെ കൈയും തലയും വെട്ടിയെടുത്ത, ഒരുപാട് കാഫിറുകളെ വിശ്വാസികളാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് പണിഷ്മെന്റ് ചെയ്ത, ഒരുപാട് പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഇദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഖുർആനിന്റെ പരിഭാഷ മൊത്തത്തിലൊന്ന് വായിക്കാൻ സമയം കിട്ടിയത്. അയാൾ അവിടെ വെച്ച് തന്നെ മതം ഉപേക്ഷിച്ചു. തന്നെയുമല്ല, ഒരുപാട് പേരെ ഞാൻ കൊന്നു കളഞ്ഞല്ലോ, ജീവിതം തകർത്ത് കളഞ്ഞല്ലോ എന്ന് പരിതപിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം അവിടെ വെച്ചിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. 1981 മുതൽ 2020 വരെ മിഡിൽ ഈസ്റ്റിലും ലക്ഷക്കണക്കിന് പേരാണ് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു കടന്നത്. ടുണീഷ്യ, മൊറോക്കോ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മനുഷ്യരാശിയുടെ പുരോഗതിയെ തടയുന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നാണ് മതം ഉപേക്ഷിച്ചവരുടെ വിലയിരുത്തൽ. ഇസ്ലാം മതത്തിൽ തുടരുന്നത് സ്വന്തം ജീവിതത്തിന് തടസ്സമാണെന്നും ആളുകൾ വിലയിരുത്തുന്നു. ഇതോടെയാണ് മതം ഉപേക്ഷിക്കുന്നത്. ഇതിനുശേഷം മറ്റ് മതങ്ങൾ സ്വീകരിക്കുന്നവരുമുണ്ട്. ഇസ്ലാമിൽ തുടരുന്നുണ്ടെങ്കിൽ മത നിയമങ്ങൾ പിന്തുടരുന്നവർ ധാരാളമാണ്. അതേസമയം ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് മതപുരോഹിതരെ ഞെട്ടിച്ചിട്ടുണ്ട്. അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം മതം പിന്തുടരുന്നവർ ഇപ്പോൾ നിരീശ്വരവാദികളായതായി മിഷിഗൺ സർവകലാശാല നടത്തിയ സർവേയിൽ കണ്ടെത്തി. മുസ്ലിം രാജ്യങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ അയാൾക്ക് വളരെ കർശനമായ ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് പലരും ഇത് അവരുടെ പെരുമാറ്റത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഇസ്ലാം മതം മടുത്ത് സനാതന ധർമ്മം സ്വീകരിക്കുന്നവർ ധാരാളമാണ്. അടുത്തിടെ മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ 18ഓളം മുസ്ലിങ്ങൾ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന വാർത്ത ചർച്ചയായി മാറിയിരുന്നു. ഖജാന ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. സനാതനധർമ്മം ഒരിക്കലും അവസാനിക്കുന്നതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ മതം സ്വീകരിച്ചു വന്നതെന്നും ഇവർ പറഞ്ഞിരുന്നു. ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് താൻ ഹിന്ദു മതത്തിലേക്ക് മാറുന്നതെന്ന് ഷാസിയ ഹാഷ്മി എന്ന പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹിന്ദുമതം വളരെ ഇഷ്ടമാണ്, അതിനാൽ ഈ തീരുമാനം എടുത്തു എന്നാണ് മതം മാറിയ പെൺകുട്ടികൾ പറയുന്നത്. കർവാക്സി പ്രചാരണത്തിന്റെ പേരിൽ അടുത്തിടെ ഭീഷണി നേരിട്ട BHP നേതാവ് സന്തോഷ് കുമാർ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും ഭാവിയിലും സനാതന ധർമ്മത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 18 പേരിൽ 2 പേർ മത്സറിലെ താമസക്കാരും മറ്റുള്ളവർ ഇൻഡോറിലെ ഖജ്രാനയിൽ നിന്നുള്ളവരുമാണ്. സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളിൽ അസ്വസ്ഥരായിരുന്നുവെന്നും അതിനാലാണ് അവർ ഹിന്ദു മതത്തിലേക്ക് വന്നതെന്നും അവർ പറഞ്ഞു. ചെറുപ്പം മുതലേ തനിക്ക് ക്ഷേത്രത്തിൽ പോകാനും ഹിന്ദുക്കൾ പൂജ ചെയ്യുന്ന രീതി കാണാനും ഇഷ്ടമാണെന്നും അവർ പറയുന്നു. അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് പോലും വിലക്കുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ ദിനംപ്രതി പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഇപ്പോ ഇസ്ലാം എന്താണ്? ഇസ്ലാമിലെ മാനവിക വിരുദ്ധതകളും കൊള്ളയും കൊലയും ബലാത്സംഗവും പീഡനവും, മരിച്ചു പോയാൽ കിട്ടുന്ന പെണ്ണും കള്ളും, 7 സ്റ്റാർ സൗകര്യം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാമാ പടച്ചോനും,
എങ്ങനെ ഈ മതം ഉപേക്ഷിക്കാതിരിക്കും? മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും നൂറുകണക്കിന് കാരണങ്ങൾ കണ്ടെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ശരിയാണ്. ഇതിൽ ലോജിക് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു പ്രശ്നമാണ്. ആ കാലഘട്ടത്തിൽ സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന പെണ്ണും കള്ളുമൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹു ജനങ്ങളെ മാടി വിളിച്ചിരുന്നത്. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണമെങ്കിൽ, നോമ്പ് പിടിക്കണമെങ്കിൽ, സക്കാത്ത് കൊടുക്കണമെങ്കിൽ, അള്ളാഹുവിനെ വിശ്വസിക്കണമെങ്കിൽ ഇതൊക്കെ മാനദണ്ഡങ്ങളായിരുന്നു. ഇതൊക്കെ സ്വർഗവും പെണ്ണുങ്ങളെയും ഒക്കെ കാണിച്ചിട്ടെങ്കിലും അവരെ ഒന്ന് ഇസ്ലാമിൽ പിടിച്ചു നിർത്താം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രവാചകന്റെ ഈ ഇസ്ലാം എന്താണ് എന്ന് പുറം ലോകം കണ്ടു തുടങ്ങിയത്. അപ്പൊ അവര് നോക്കുമ്പോൾ ഇസ്ലാം മതത്തിൽ കുറേ പ്രശ്നങ്ങൾ. ഒന്നാമത്തെ കാര്യം ലോജിക്കില്ലായ്മയാണ്. അതുകൊണ്ട് അവരൊക്കെ ഈ മതം ഉപേക്ഷിക്കുന്നു. ഇപ്പോ മുസ്ലിം കുടുംബങ്ങളിൽ വളർന്ന അമേരിക്കക്കാരിൽ 23% ആളുകളും തങ്ങളുടെ വ്യക്തിത്വത്തെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതുകൊണ്ടാണ് ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, പെണ്ണിനെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. ആണിന് തൊഴിലിന് പോകണമല്ലോ, അവൻ ഈ മതത്തിൽ ചടഞ്ഞിരിക്കാനും പഠിക്കാനും സമയമില്ലല്ലോ. പെണ്ണിത് പഠിച്ചു പോയാൽ കുടുംബത്തിലേക്ക് ആ സംസ്കാരം വരും, സംസ്കരണം വരും. അത് പിന്നീട് ഒരു സമൂഹത്തിലേക്കായി മാറും, അത് പിന്നീട് ഒരു നാട്ടിലേക്കായി മാറും, ആ നാട് പിന്നീട് ഒരു രാജ്യത്തേക്ക് തന്നെ സംസ്കരണം മാറും. അതുകൊണ്ട് പെണ്ണിനെ പഠിപ്പിക്കരുത്, പെണ്ണിന് സ്വാതന്ത്ര്യം നൽകരുത്. പെണ്ണിന് വിദ്യാഭ്യാസം നൽകിയാൽ അവൾ അവളുടെ അവകാശത്തിൽ ബോധവതികളാകും. 1.3 ദശലക്ഷം മുസ്ലിങ്ങളാണ് US-ൽ മാത്രം ഇസ്ലാം മതം ഉപേക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവരില് ഇസ്ലാമിക തത്വങ്ങളോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞത് 7% ആളുകളാണ്. 2020 ജർമ്മൻ പത്രമായ ഡൈവെൽറ്റിന്റെ റിപ്പോർട്ടിൽ ജർമ്മനിയിൽ ഓരോ വർഷവും ഏകദേശം 20,000-ഓളം പേര് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. ടൈംസ് പത്രത്തിന്റെ കണക്കനുസരിച്ച് ഓരോ വർഷവും ഏകദേശം 1,00,000 ആളുകളാണ് UK-യിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. തന്നെയുമല്ല, മുസ്ലിം രാജ്യമായ ഇറാനിൽ പോലും ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നു. മതം ഉപേക്ഷിച്ചാൽ തല പോകുന്ന രാജ്യമാണ്. 2023 ഇറാനിയൻ മതനേതാവായ ബക്തിയറി ഗോത്രക്കാർ സ്വരാഷ്ട്രനീസം എന്ന് പറയുന്ന ഒരു മതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. നിരവധി ആളുകൾ ക്രിസ്ത്യൻ മതവും സ്വീകരിച്ചു. മിഡിൽ ഈസ്റ്റിലെ മതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സർവേ 1981 മുതൽ 2020 വരെ നടന്നു. ടുണീഷ്യ, മൊറോക്കോ, ഇറാഖ് തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം മതം പിന്തുടരുന്ന ആളുകൾ വളരെ കുറവാണെന്നും നിരീശ്വരവാദികളായി മാറിയ വലിയ ഒരു വിഭാഗം ജനതയെയുമാണ് ആ സെൻസസിൽ പുറത്തു പറയുന്നത്. മിഷിഗൺ സർവകലാശാല നടത്തിയ സർവേയിലാണ് ഇത് കണ്ടെത്തിയത്. മുസ്ലിം രാജ്യങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലാനാണ് മതനിയമം. അതുകൊണ്ടാണ് പല ആളുകളും മാറ്റത്തിലൂടെ ആശയം മാറി, നിലപാടുകൾ മാറി, തൽക്കാലം നമസ്കരിക്കാതെ പള്ളിയിൽ പോകണ്ട ആ രൂപത്തിലൊക്കെ അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇപ്പോഴും അവരതിനകത്ത് അടയിരിക്കുന്നത് പോലെ കാണിക്കുന്ന കപടന്മാർ, തക്കിയ എന്നൊക്കെ പറയില്ലേ, ആ ഒരു റേഞ്ചാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തില് ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് കുറച്ചു പേരെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ മതത്തിൽ നിന്നിട്ട് മതത്തെ ഫോളോ ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഭയമാണ്, ഒറ്റപ്പെടുത്തൽ ഭയമാണ്, കുടുംബം അവർക്ക് പ്രധാനമാണ്. സമൂഹത്തിൽ ഒരുപാട് വിലക്കുകൾ ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു.
കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഭ്രഷ്ട്, ഭീഷണി, അതിനൊക്കെ വിധേയമാകേണ്ടി വരില്ലേ? ഇന്ന് ക്ലബ് ഹൗസ് ഡിസ്കഷൻസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് വീഡിയോകളുണ്ട്. ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് അതാകുമ്പോൾ ശബ്ദം മാത്രം മതിയല്ലോ, എന്തുകൊണ്ടാണ് തങ്ങൾ ഈ മതം ഉപേക്ഷിച്ചത് എന്ന് അവർ തന്നെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ അറിവുകൾ പങ്കുവെക്കുന്നുണ്ട്. അവർക്ക് സമൂഹത്തിൽ ഇത് പറയാൻ പറ്റുന്നില്ല, ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, മതരഹിതനായി പബ്ലിക്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ മതരാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം ആ രൂപത്തിലാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് തൽക്കാലം അവരത് ഹൈഡ് ചെയ്ത് ജീവിക്കുകയാണ്. സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ പേരിൽ ജീവിതം മടുത്തൊരു 18 വയസ്സുകാരി സൗദി അറേബ്യയിൽ നിന്ന് രഹസ്യമായി തായ്ലാൻഡിലെത്തി. മുമ്പാണ് ഓസ്ട്രേലിയയ്ക്കുള്ള യാത്ര. അതിനിടയിൽ ബാങ്കോങ്ങിൽ നിന്നും പിടികൂടിയ പെൺകുട്ടിയെ തിരിച്ചയക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ മതം വയ്യ, ഞാൻ ഈ മതം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു. ആ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് മുഹമ്മദ് ബിൻ സൽമാൻ ആ രാജ്യത്തെ മതപരമായി സംസ്കരിക്കുന്നത് കണ്ടോ? ആധുനികതയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക. യൂറോപ്പിലെ ക്രിസ്ത്യൻ പള്ളികള് ബാറുകളായി മാറുന്നു, സൊവനീർ ഷോപ്പുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പള്ളികള്, അമ്പലങ്ങള്, ചർച്ചുകളൊക്കെ ലേലത്തിലിട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ഉറവിടം സൗദിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ സൗദിയിൽ വരെ ഇസ്ലാം ഒരു മാർജിനായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മതത്തെക്കുറിച്ച് ഇത്രയധികം അഭിപ്രായ ഭിന്നതകളും ഒരുപാട് വിഭാഗങ്ങളും ഉടലെടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം അശാന്തിയാണ്. ഈ മതം അക്രമമാണ്. ഇവർക്ക് സമാധാനമുണ്ടോ? ഇല്ല. മറ്റവർക്ക് സമാധാനമുണ്ടോ? ഇല്ല. ഇസ്ലാം സമാധാനമാണെന്നാണ് ഇവർ പറയുന്നത്. ആർക്കാണ് ഇസ്ലാം സമാധാനം നൽകുന്നത്? അന്യമത വിരോധമല്ലേ ഈ മതവും ഈ മതഗ്രന്ഥവും ഈ മതത്തിന്റെ ആചാര്യനും ഒക്കെ പഠിപ്പിക്കുന്നത്? ഇവര് ഫാസിസം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളെ എതിർക്കുമ്പോൾ ശരിയായ ഫാസിസം, ലക്ഷണമൊത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഇവര് മൗനം പാലിക്കുവാണ്. നമ്മള് ഇന്ത്യ മഹാരാജ്യത്ത് വെറുപ്പുൽപാദിപ്പിക്കേണ്ട, മതവെറി വേണ്ട, മതത്തെ ആദായ കച്ചവടമാക്കി മാറ്റിയിരിക്കുന്ന കുറച്ച് മതപുരോഹിതന്മാരുണ്ട്. അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറുന്ന കുറച്ച് നബിഗുണ്ടകളുമുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ആളുകളില് മനുഷ്യരെക്കാൾ ഏറെ ഇരുകാലികളായ മതജീവികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും ഒരാശ്വാസമുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ മതമില്ലാതെ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കൊച്ചു മനുഷ്യരുണ്ട്. അവരിൽ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്. അവർക്കിടയിലേക്ക് ഇരുമ്പ് ജെട്ടിയുമിട്ട് ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളും കെട്ടിവെച്ച് ഇവരെ അവർക്കിടയിലേക്ക് പറഞ്ഞു വിടുന്ന ആളുകളുണ്ട്. ഇവരെ പൊട്ടിത്തെറിക്കാൻ തയ്യാറാണ്. പുതിയ കണക്കനുസരിച്ചിട്ട് എല്ലാ രാജ്യത്തും മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ 40% ജനങ്ങൾ മതമില്ലാത്തവരാണ്. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, മതം ഉപേക്ഷിക്കുന്ന ആളുകൾ യൂറോപ്പിലാണെങ്കിലും ഒക്കെ സ്വതന്ത്ര ചിന്തയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. 2021 വ്യത്യസ്തമായ സർവേ പ്രകാരം ലോകത്ത് മതമില്ലാത്തവരും യുക്തിവാദികളും ഒക്കെ ലോക ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നതാണ് വലിയ വസ്തുത. ക്രിസ്തുമതം, ഇസ്ലാം മതം ഒക്കെ കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് ഏകദേശം ഇന്ത്യയുടെ ജനസംഖ്യയ്ക്കു തുല്യമായ നിലയിൽ 120 കോടിയോളം ആളുകൾ മതമില്ലാത്തവരോ യുക്തിവാദികളോ ആണ്. യഥാർത്ഥ കണക്കെടുക്കുമ്പോൾ ഇതിലും ഒരുപാട് കൂടുതലാണത്. ഇതൊന്നുമല്ലാതെ സ്വതന്ത്രമായി ഒരു റിപ്പോർട്ടിലും വരാതെ, ഒരിടത്തും എഴുതാതെ, ആരോടും പ്രസംഗിക്കാതെ, ഡിക്ലെയർ ചെയ്യാതെ മതം വേണോ വേണം വേണ്ടോ വേണ്ടേ വേണ്ട അങ്ങനെ സ്വീകരിക്കുന്ന ജനതയും
ലോക ജനസംഖ്യയുടെ 25 മുതൽ 35% വരെ ജനങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. പുതിയ സർവേ പ്രകാരം ചൈനയിൽ ഉൾപ്പെടെ 200 മുതൽ 250 കോടി ജനങ്ങൾ മതം വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തുമതത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടനില് 73%, അമേരിക്കയിൽ 42%. ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക്. മതം ഉപേക്ഷിക്കുന്നത് തടയാൻ മറ്റു രാജ്യങ്ങളൊന്നും ഒരു മാർഗവും സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ മതം ആരെങ്കിലും വിട്ടു എന്ന് കേൾക്കുമ്പോഴേക്ക് കേരളത്തിലെ മതപണ്ഡിതന്മാർക്ക് വല്ലാത്ത വെകിളിയാണ്. അടുത്ത 50 വർഷത്തിനുള്ളിൽ മതം ഉപേക്ഷിക്കുന്ന ആളുകളും യുക്തിവാദികളും ചേർന്ന് ലോക ജനസംഖ്യയുടെ ഭൂരിപക്ഷം, അതായത് 50%-ലേറെയാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആധുനിക ശാസ്ത്രയുഗത്തിൽ 6-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള പൊട്ടൻകഥകളും കടിച്ചാൽ പൊട്ടാത്ത കള്ളക്കഥകളും 1001 രാവുകളെ വെല്ലുന്ന ഇക്കിളിക്കഥകളുമൊക്കെ ഇന്ന് ജനതയ്ക്കു വേണ്ട. ഇന്ന് തലയ്ക്കകത്താളുതാമസമുള്ള ജനത അതൊക്കെ വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യൻ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതിനെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. നോക്കിയോ, ഇപ്പോ ഇവരൊക്കെ പറയുന്നുണ്ട്, ഞാനത് മ്യൂസിക് ഉള്ളത് കൊണ്ടേ ഇടാൻ പറ്റുന്നില്ല. ഗവേഷണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ പറയുന്നത്, ഇവരൊക്കെ മുസ്ലിം പുരോഹിതന്മാരാണ്. നമ്മുടെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകുന്നത് മില്യൺ കണക്കിന് ആളുകളാണ്. അവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അവരെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത് അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, വിവരമുള്ളവരാണ്, പൊതുബോധമുള്ളവരാണ്, ചിന്തിക്കുന്ന ജനതയാണ്. അവരെ ഇനി എന്തു പറഞ്ഞിട്ടാണ് ഈ മതത്തിൽ പിടിച്ചു നിർത്തുന്നത്? നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാനോ? ആ സ്വർഗത്തിൽ പെണ്ണും കള്ളുമാണ് കിട്ടുന്നത്, അതിനുവേണ്ടി നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറയാനോ? നമ്മൾ ഏത് ഗ്രന്ഥം വായിച്ചാലും ശരി, അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ പ്രയോജനങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതല്ലെങ്കിൽ നമ്മുടെ സമയവും എഫേർട്ടും നഷ്ടമാണ്. ഇപ്പോൾ ഒരുപാട് മതങ്ങളുണ്ട്, ബൈബിളുണ്ട്, ഭഗവത്ഗീതയുണ്ട്. എല്ലാ മതങ്ങളെക്കാളും ഏറെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഖുർആനും ഇസ്ലാമുമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഞാൻ കള്ളം പറയുന്നു എന്ന് പറയുന്ന സുമയ്യ താത്ത വന്നിട്ട് ഞാൻ പറയുന്നതിലെ ഒരു കളവ് നിങ്ങൾ ഇവിടെ തെളിയിച്ചാൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വെറുതെ കള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതു മതഗ്രന്ഥത്തെക്കാൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യ വിരുദ്ധതകളും ദേശീയതയ്ക്ക് വിരുദ്ധമായ വചനങ്ങളും മറ്റു മതങ്ങളെ അവഹേളിക്കുകയും മറ്റ് മതവിരോധം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഖുർആനാണ്, ഹദീസാണ്. ലക്ഷണമൊത്ത വർഗീയതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വെറുതെ കളവാണ് പറയുന്നത് എന്ന് പറയാനല്ലാതെ അതിലെ കളവെന്താണ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാത്തത് നിങ്ങളും ഈ പൊട്ടക്കിണറ്റിനകത്തെ തവളകളാണ്. സത്യത്തില് നിങ്ങൾക്കും അറിയില്ല ഇതിലെ കള്ളം എന്താണ്, സത്യം എന്താണ്. എന്നാലേ നിങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ പറ്റൂ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റൂ. ഇപ്പൊ സ്വർഗത്തിൽ ലഹരി ബാധിക്കാത്ത കള്ള് കിട്ടുമെന്ന്. കള്ള് കുടിക്കുന്നത് തന്നെ എന്തിനാ? ലഹരിക്ക് വേണ്ടിയാ. ഈ ലഹരി ബാധിക്കാത്ത പാനീയത്തിന് കള്ള് എന്നർത്ഥം പറഞ്ഞത് എന്തിനാ? നിങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ. ഖംറ് കള്ളാണ് എന്ന് മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞതല്ലേ? മൻഹല് എന്ന് പറയുന്ന ഇസ്ലാമിക ഡിക്ഷണറികളിൽ എഴുതി വെച്ചിട്ടുള്ളതല്ലേ?
മൻഹലും മുഞ്ചിതും ഒക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇതിന്റെ പദ അർത്ഥം മനസ്സിലാക്കുന്നത്. മദ്യം, ചൂതാട്ടം, ഇത് രണ്ടിലും ഗുരുതരമായ പാപമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് ഖുർആൻ അവസാനിപ്പിച്ചോ? ഇല്ല. എന്നാൽ ജനങ്ങൾക്ക് അതിൽ ചില പ്രയോജനങ്ങളുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. വ്യഭിചാരത്തിൽ ചില ഗുണങ്ങളുമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഗുണങ്ങൾ എടുക്കാനേ ആളുകൾ പോകൂ. നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുത്തു, അതിനകത്ത് ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ. അല്ലെ ഞങ്ങൾ ഗുണം മാത്രമേ എടുക്കുന്നുള്ളൂ, ഞങ്ങൾ ഫോൺ ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല, എന്താ പറയാ തിരിച്ച്? അപ്പോ പ്രയോജനത്തിന്റെ അംശത്തെക്കാളേറെ പാപത്തിന്റെ അംശമാണ് എന്ന് ഖുർആൻ പറഞ്ഞത് കൊണ്ട് ആ നല്ല വശങ്ങൾ എടുത്തോട്ടെ എന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്യും? കള്ള് പടിപടിയായി നിരോധിക്കുന്നതിനേക്കാൾ ഏറെ അള്ളാഹുവിന് ഒറ്റയടിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ പടച്ചോനെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ? 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 219 വചനമാണ് കള്ള് ഹറാമാണെന്ന് പറയുന്നത്. അതിനകത്ത് പ്രയോജനമുണ്ടെന്ന് പറയുന്നതും അതേ വചനത്തിൽ തന്നെയാണ്. ഇവിടെ ആദ്യം പറയുന്നത് മദ്യവും ചൂതാട്ടവും പാപമാണ്, പിന്നെ അതിൽ നന്മയുണ്ടെന്ന് പറയുന്നു. ഒരു നിലപാടിൽ അള്ളാഹു ഉറച്ചു നിൽക്കട്ടെ, അള്ളാഹു കാരുണ്യവാനാണ്, പക്ഷേ അതിലേറെ ക്രൂരമായി ശിക്ഷിക്കുന്നവനാണ് പടച്ചോൻ. ചേട്ടാ, ക്രൂരതയും കാരുണ്യവും ഒരു വഴിക്ക് പോകുമോ? അപ്പൊ മദ്യത്തിൽ നന്മയുണ്ടെന്ന് പറയുമ്പോ ജനങ്ങൾ ആ നന്മയിലേക്ക് പോകും. സ്വാഭാവികമല്ലേ? അതിനോട് ജനങ്ങൾക്ക് ആസക്തി ഉണ്ടാകുന്നു. പിന്നീട് അതിലെ പാപത്തെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാൽ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. ഒരേ സമയം ഒരേ കാര്യം തന്നെ ന്യായീകരിക്കുകയും പിന്നീട് അത് നിരോധിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്താൽ അതിലെ പ്രയോജനങ്ങളെ കുറിച്ച് പിന്നെന്തിനാണ് പറയാൻ പോയത്? അപ്പൊ ഭാഗികമായി അതിൽ ഗുണമുണ്ടെന്നും ഭാഗികമായി അതിനകത്ത് ദോഷങ്ങളുണ്ടെന്നുമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ ജനങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിന് തുറന്നങ്ങ് പറഞ്ഞ പോരെ? ഇനി ഞാൻ പറഞ്ഞുതരാം ഖുർആനിലെ പരസ്പര വൈരുദ്ധ്യങ്ങള്. 2-ാം അധ്യായം 144. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിയണം നമസ്കാരത്തിലെ. മറ്റൊരു വചനമുണ്ട് 2-ാം അധ്യായം, അതേ അധ്യായം തന്നെയാണ് 177-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങളുടെ മുഖങ്ങളെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിന് പുണ്യൊന്നും ഇല്ലാട്ടോ. ഒരിക്കൽ പറഞ്ഞതിന്റെ നേരെ വിപരീതം പിന്നെയും പറയുക പടച്ചോ. മറ്റൊരു വചനം 2-ാം അധ്യായം തന്നെയാണ് 115. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റെ തന്നെയാണ് കേട്ടാ. ഇതെന്താ ഒരു സ്ഥിരതയില്ലാത്തത്? എന്താ കഞ്ചാവ് അടിച്ചിട്ടാണോ പടച്ചോൻ ജിബ്രീലിന് ദൈവിക ബോധനം നൽകുന്നത്? അതോ ജിബ്രീൽ കഞ്ചാവ് അടിച്ചിട്ടാണോ നബിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്? അതോ അതിനേക്കാൾ കൂടിയ ഇനം അടിച്ചിട്ടാണോ നബി ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് എഴുതിയവർക്കാണോ തെറ്റിയത്? പറഞ്ഞു കൊടുത്ത നബിക്കാണോ തെറ്റിയത്? ഇത് ഗ്രന്ഥമായി അംഗീകരിക്കുകയും അച്ചടിക്കുകയും ചെയ്തവർക്കാണോ തെറ്റിയത്? ഇതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും വിശദീകരിച്ചവർക്കാണോ തെറ്റിയത്? അതോ ജിബ്രീലിന് തെറ്റിയോ പടച്ചോന് തെറ്റിയോ? ഇത് മനസ്സിലാക്കിയ നമുക്ക് തെറ്റിയോ? നമുക്ക് മനസ്സിലാക്കി തന്നവർക്ക് തെറ്റിയോ? 3 വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. 2-ാം അധ്യായത്തിലെ 144 നിങ്ങൾ എവിടാണെങ്കിലും മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം കേട്ടോ. 2-ാം അധ്യായം 177 നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിൽ പുണ്യൊന്നും ഇല്ല കേട്ടോ. 2-ാം അധ്യായം 115 കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് കേട്ടോ. എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അവിടെ അള്ളാഹുവിന്റെ മുഖം ഉണ്ടായിരിക്കുന്ന ഖുർആൻ പറഞ്ഞത്. ഇതൊക്കെ പരസ്പരം വിരുദ്ധമാണ്. ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഖുർആനിൽ വരാൻ പാടല്ലോ. അയ്നമാ തവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ പടച്ചവന്റെ മുഖമുണ്ട്. ഇത് കാലാനുവർത്തിയായി, കാലാതീതമായി ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഉദ്ബോധനമായി കൊണ്ട് അല്ലാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ ഈ രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ വന്നാൽ ഈ വൈരുദ്ധ്യം ആരേറ്റെടുക്കും? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആര് മനസ്സിലാക്കും? ഇത് ഖുർആനിൽ മുഴച്ചു നിൽക്കുന്ന വൈരുദ്ധ്യമല്ലേ? അത് ശരിയാ.
അബു അസാൻ, അരിമണി ഉണ്ടാക്കിയവനും കഞ്ചാവ് ഉണ്ടാക്കിയവനും ഒരാൾ തന്നെയല്ലേ? ഇബ്ലീസിനെ ഉണ്ടാക്കിയവനും ജിബ്രീലിനെ ഉണ്ടാക്കിയവനും മീക്കായിലിനെ ഉണ്ടാക്കിയവനും ഒരാളല്ലേ? ശരിയാ. ഓഹ്, വേറൊരുത്തൻ മൊബൈൽ റിപ്പയർ, പുതിയൊരു എടാ, ഇതുപോലത്തെ ഒരുപാട് ഭീഷണികൾ കഴിഞ്ഞു വന്ന ആളാ ഞാൻ. ചെല്ലെ, നിനക്കൊരു പണിയുണ്ട്, നീ സൂക്ഷിച്ചോളാൻ. ഞാൻ നിന്നെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ കണ്ണാടി നോക്കില്ല, നീ പിന്നെ 2 കാലിൽ നിൽക്കില്ല, നിന്റെ കഴുത്തിന് മുകളിൽ തലയും ഉണ്ടാവില്ല. ആഹാ, അത് കൊള്ളാലോ. ഖുർആനിലെ 3 വചനങ്ങളല്ലേ പറഞ്ഞത്. അപ്പോഴേക്ക് ഇവരെ കണ്ടോ? ഈ മതത്തിന്റെ പ്രത്യേകതയാണത്. ഈ മതത്തെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് പറഞ്ഞാൽ ഇവര് പിന്നീട് കൊല്ലലാണ്. ആശയങ്ങളില്ല പ്രതിരോധിക്കാൻ, ആശയങ്ങളില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ആയുധം. എന്നെ ഉണ്ടാക്കിയത് എൻ്റെ വാപ്പയാണ് ഷറഫെ. നിന്നെ ഉണ്ടാക്കിയത് ഏത് വാപ്പയാണെന്ന് എനിക്കറിയില്ല. എന്നെ ഉണ്ടാക്കിയത് എൻ്റെ വാപ്പച്ച, എനിക്ക് ഉറപ്പാണ്. അപ്പോ അരിമണി ഉണ്ടാക്കി ആ അരിമണിക്കകത്ത് ഓരോരുത്തരുടെയും പേരെഴുതിക്കൊണ്ടിരുന്ന പടച്ചോൻ കഞ്ചാവ് ഉണ്ടാക്കിയിട്ട് കഞ്ചാവിലും പേരെഴുതിയോ? സുമയ്യ, ഇത് എൻ്റെ ലൈവാണ്, നിന്നെ ഞാൻ ആട്ടിവിടേണ്ടതാ. മദ്രസയിലുള്ള ബുദ്ധി ആയതുകൊണ്ടാണ് എൻ്റെ ലൈവിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് പോകാൻ പറയുന്നത്. സംസ്കാരം അവിടെ നിന്ന് പഠിക്കാൻ കിട്ടത്തില്ലല്ലോ. അവിടെ നിന്ന് ഭോഗം മാത്രമല്ലേ കിട്ടൂ. ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഇവർ പറയുന്നതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആളുതാമസം വേണ്ടടി പെണ്ണെ. അതില്ലാത്ത നിന്നോട് ഞാനിത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഇന്ന് ആരെയും പറഞ്ഞു വിടണ്ടെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നത്. അവരവിടെ നിന്നോട്ടെ. പലരും എന്നോട് പറഞ്ഞു, ഒരു രൂപത്തിലും ഇവരുമായിട്ട് തർക്കിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. നമുക്കറിയാം പോസിറ്റീവ് എനർജിയാണ് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നത്. പക്ഷേ നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും അത് പറയേണ്ടി വരുന്നതാണ്. നമ്മൾ ചുറ്റിനും ഒരുപാട് തർക്കങ്ങൾ കാണുന്നു, പല രൂപത്തിലുള്ള തർക്കങ്ങൾ. അതിനകത്ത് ഏറ്റവും പ്രധാനം രാഷ്ട്രീയ തർക്കങ്ങളും മതതർക്കങ്ങളും തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ അത്തരം തർക്കങ്ങൾ മുഴച്ചു നിൽക്കുന്നുണ്ട്. നല്ല തർക്കം നല്ലതാ, ഡിബേറ്റുകൾ നല്ലതാ, സംവാദങ്ങൾ നല്ലതാ. നമ്മുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞാനാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഓരോരുത്തരും തർക്കിക്കുമ്പോൾ ശ്രമിക്കുന്നത്. ഒരു അഹങ്കാരം എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ വരും. അതൊരു പക്ഷെ നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നതിലെ നന്മ കാണാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടും. ഓരോ തർക്കവും മനുഷ്യന്മാർ പരസ്പരം മാനസികമായി അകലാൻ കാരണമാകും. സംഘർഷങ്ങൾ ഉണ്ടാകും. എതിരാളിയെ തോൽപ്പിക്കാനുള്ള വ്യഗ്രതയും ധൃതിയും സൃഷ്ടിക്കപ്പെടും. ആത്യന്തികമായി നമ്മുടെ മനസ്സിന്റെ കൺട്രോള്, നമ്മുടെ സ്വഭാവത്തിന്റെ എല്ലാ സദാചാര സീമകളെയും ലംഘിച്ച് ചില സന്ദർഭത്തിൽ നമ്മൾ പെരുമാറേണ്ടി വരും. സന്തോഷവും സമാധാനവും സാഹോദര്യവും ഒക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. തർക്കമെന്ന് പറഞ്ഞാൽ ആരും ജയിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തർക്കമല്ല. ഞാൻ മനസ്സിലാക്കിയ ശരികൾ, എൻ്റെ സംശയങ്ങൾ, എൻ്റെ ആകുലതകൾ, എൻ്റെ വിമർശനങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു. അതിനാരെങ്കിലും മറുപടി പറഞ്ഞാൽ അതിനകത്ത് ശരികൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറുമാണ്. ഏതാശയമാണെങ്കിലും ശരി, 2 രൂപത്തിലുള്ള ആശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോഴല്ലേ അത് തർക്കത്തിന്റെ രീതി സ്വീകരിക്കാതെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവിൻസിങ്ങുകൾ നടക്കണം, ആശയ പ്രചാരണം നടക്കണം. ഒരു വ്യക്തി പറയുന്നത് നമുക്ക് ക്ഷമയോടുകൂടി കേൾക്കാൻ സാധിക്കണം. അപ്പോഴാണ് അവര് പറയുന്നതിലെ ശരി തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതം, എൻ്റെ ഗ്രന്ഥം, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാണ്, ഇവര് പറയുന്നത് പോലെയല്ല. ഇവര് പറയുന്നത് നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കാൻ വേറെ ഒരു ബുദ്ധി വേണ്ടേ? സംഭാഷണത്തിൽ വൈകാരികമായി പ്രതികരിക്കരുത് എന്നറിയാം. ചില സന്ദർഭങ്ങളിലെങ്കിലും മനുഷ്യനല്ലേ, അങ്ങനെ വന്നു പോകുന്നതാണ്. ലോകത്തിൽ ശരിയും തെറ്റും എന്ന ഒന്നില്ല. ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള ശരികളാണ്. എല്ലാവരും അവനവൻ ചെയ്യുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ തെറ്റായിരിക്കും. അവരുടെ ശരികളാണത്. അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ശരിയും തെറ്റും അവർ തീരുമാനിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, പാകിസ്ഥാനോട് പ്രേമം കാണിക്കുന്ന, ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണുകൾ വിറ്റ നാടാണിത്. അവർക്ക് അവരുടേതായിട്ടുള്ള ശരികളുണ്ട്. നമ്മുടെ ഗ്രന്ഥം ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന ശരികൾക്കനുസൃതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്.
സംവാദങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തർക്കമല്ല, സംവാദങ്ങൾ. പരസ്പര ബഹുമാനമുണ്ടാകും. നമുക്കൊരു ചെറിയ കുട്ടിയോട് ഒരു 10-20 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്കറിയാത്ത എത്രയോ അറിവുകൾ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിലൊന്ന് കൊടുത്തു നോക്കിക്കേ, എന്തെല്ലാം ആപ്ലിക്കേഷനുകൾ കുട്ടികൾക്ക് അറിയാമെന്ന. അപ്പോൾ വലിയ കടയിൽ പോയി 2000 രൂപയ്ക്ക്, ഇപ്പം 2000 നോട്ടില്ല, 2000 രൂപയുടെ ചേഞ്ച് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഒരു ചെറിയ പെട്ടിക്കടയിൽ ചോദിച്ചു നോക്കിയേ, ഉണ്ടാകും. അപ്പോൾ ആരിൽ നിന്നാണ് നമുക്ക് അറിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എവിടെ നിന്ന് കിട്ടിയാലും അറിവുകൾ എടുക്കുക. ഖുർആൻ പറഞ്ഞതും അത് തന്നെയാണ്. ഫബശ്ശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല, എൻ്റെ വചനങ്ങൾ അല്ല, എൻ്റെ എന്നല്ല, ഫബശ്ശിർ, നീ സന്തോഷ വാർത്ത അറിയിക്കുക. ഫബശ്ശിർ അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകളെ ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക്. വയത്തബിഊന അഹ്സന, ആ കേൾക്കുന്ന വാക്കുകളിലുള്ള നല്ല വാക്കുകളെ പിൻപറ്റുന്നവർക്ക്. ഫബശ്ശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക ഹദാഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു സന്മാർഗ്ഗം നൽകും. ഉലൈക ഹുമുൽ അൽബാബ്, അവരാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ. അപ്പോ ഖുർആൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് ലം യഖറു അലൈഹ സുമ്മൻ വ ഉമ്യാന, അന്ധരായും ബധിരരായും കൊണ്ട് അതിലേക്ക് നിങ്ങൾ കമിഴ്ന്ന് വീടരുതേ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളെല്ലാം കേൾക്കുന്നു, അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുന്നു. അല്ല, തലയില്ലാത്തവരോട് സംസാരിക്കണ്ട, പക്ഷേ നമ്മള് ആർക്കാണ് തലയുള്ളത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പൊ അബു അസാൻ ചോദിക്കുന്നു, എന്താണ് ജാമിദാന്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. തലയ്ക്കകത്താള് താമസം വേണം. ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകില്ല, ലിംഗം കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാകില്ല. തലച്ചോറ് പ്രയോജനപ്പെടുത്തി ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ആ ഭൂഗോളത്തിന്റെ സ്പന്ദനം പഠിച്ചവന്റെ കയ്യിലാണ്. ശരിയാണ്. അപ്പോൾ ഈ മതത്തിന്റെ മാനവികത മനസ്സിലാക്കി നല്ലൊരു വിഭാഗം ആളുകൾ ഈ മതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഇറാൻ, തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.